FTP means File Transfer Protocol. പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം it is used to transfer files from one host to another. അപ്പോൾ ഒരു ക്ലയന്റ് സെർവർ പാരഡൈമിലാണെങ്കിൽ അത് ഒന്നുകിൽ സെർവറിന്ന് ക്ലയന്റിലേക്ക് ഫയൽസ് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ് ക്ലയന്റിൽ നിന്നുള്ള ഒരു ഫയൽ എന്ത് ചെയ്യാം സെർവറിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ആവാം. ഇനി അതല്ലെങ്കിൽ സെർവറിന്ന് ക്ലയന്റിലേക്ക് ഡയറക്ടറി ലിസ്റ്റിംഗ്, ഇതൊക്കെ എന്താണ് ഫയൽ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അതായത് സെർവറിന്ന് ക്ലയന്റിലേക്ക് റിട്രീവ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ക്ലയന്റിൽ നിന്ന് സെർവറിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്, ഇനി അതോ അല്ലെങ്കിൽ സെർവറിന്ന് ക്ലയന്റിലേക്ക് ഡയറക്ടറി ലിസ്റ്റിംഗ് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് ഫയൽ ട്രാൻസ്ഫർ ആണ്. ഇനി അണ്ടർലൈൻ ലെയറിൽ, അതായത് അപ്ലിക്കേഷൻ ലെയറിൽ FTP ആണെങ്കിൽ അതിന്റെ താഴത്തെ ലെയറിൽ എന്താവാം ഇറ്റ് യൂസസ് TCP/IP. Okay, so it transfer files even though both hosts have different directory structure, naming convention, different data representation. അതായത് ഡാറ്റ ഷെയർ, അതായത് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന രണ്ട് ഡിവൈസ് ഉണ്ടല്ലോ, ഈ രണ്ടെണ്ണം എന്താണ് രണ്ട് ഹോസ്റ്റുകളും ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവാം, അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ഡയറക്ടറി സ്ട്രക്ചർ ആവാം, ഡിഫറെന്റ് നെയിമിംഗ് കൺവെൻഷൻസ് ആവാം, ഡിഫറെന്റ് ഡാറ്റ റെപ്രസെന്റേഷൻ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും FTP യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോട്ടോകോൾ, അതായത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഇനി FTPയുടെ ബേസിക് മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് സപ്പോസ് ഇതൊരു ക്ലയന്റ് ആണ്, ഇതൊരു സെർവർ ആണെന്ന് കരുതുക, അതല്ലെങ്കിൽ രണ്ട് ഹോസ്റ്റ്. ഓക്കെ, ഇനി ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിൽ ക്ലയന്റിലും സെർവറിലും രണ്ട് തരം പ്രോസസ്സുകൾ റൺ ചെയ്യണം. ഒന്ന് ക്ലയന്റ് പ്രോസസ്, വേറൊന്ന് ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്. ഓക്കെ, അപ്പോൾ കൺട്രോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇത് കൺട്രോൾ പ്രോസസ്സുകൾക്കിടയിൽ ഒരു കൺട്രോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ദെൻ ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സുകൾക്കിടയിൽ ഒരു ഡാറ്റ കണക്ഷനും എസ്റ്റാബ്ലിഷ് ചെയ്യും. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ക്ലയന്റിന്റെയും സെർവറിന്റെയും ഇടയിൽ ഫയൽ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലയന്റ് പ്രോസസ്, ക്ലയന്റിലുള്ള കൺട്രോൾ പ്രോസസ് ഒരു കൺട്രോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, അതിനുശേഷം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഈ ഡയഗ്രാം വരച്ചു വയ്ക്കണം. ക്ലയന്റ് ഹാസ് 3 components. ഒന്ന് യൂസർ ഇന്റർഫേസ്, വേറൊന്ന് ക്ലയന്റ് കൺട്രോൾ പ്രോസസ് ആൻഡ് ദ ക്ലയന്റ് ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്. ഇത് നിങ്ങൾ നോക്കി ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. യൂസർ ഇന്റർഫേസ്, client control process, data transfer process. Okay, the server has 2 components. ഏതൊക്കെയാണ് server control process and server data transfer process. ഇത് രണ്ടുമാണ് എവിടെയുള്ളത് സെർവറിലുള്ളത്. അപ്പോൾ ക്ലയന്റ് സൈഡിൽ 3 കമ്പോണൻസും സെർവർ സൈഡിൽ 2 കമ്പോണൻസും. The control connection is made between the control process, the data connection is made between the data transfer process. Okay, so when a user starts an FTP session, the control connection opens. അപ്പോൾ ഒരു FTP സെഷൻ, കാരണം TCP/IP ആണ് അണ്ടർലൈനിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇതിൽ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇടയിൽ കൺട്രോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. കൺട്രോൾ കണക്ഷൻ റിമൈൻസ് കണക്റ്റഡ് ഡ്യൂറിങ് ദ എൻറ്റയർ ഇൻട്രാക്റ്റീവ് FTP സെഷൻ. അതായത് എൻറ്റയർ സെഷൻ, അതായത് ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുന്നത് വരെ എന്തായിരിക്കും കൺട്രോൾ കണക്ഷൻ ഓപ്പൺ ആയിരിക്കും. ഡാറ്റ കണക്ഷൻ ഇസ് ഓപ്പൺ ആൻഡ് ദെൻ ക്ലോസ് ഫോർ ഈച്ച് ഫയൽ ട്രാൻസ്ഫർ ആക്ടിവിറ്റി. അപ്പോൾ ഓരോ ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടും ഓരോ ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും. ദെൻ നമ്മൾ പറഞ്ഞു ഓരോ ആപ്ലിക്കേഷൻ ലെയറിനും ഓരോ പോപ്പുലർ ആയിട്ടുള്ള പോർട്ട് നമ്പേഴ്സ് ഉണ്ട്. Port 21 is used for the control connection and port 20 is used for the data connection. Port 21 എന്ന് പറഞ്ഞാൽ 2021 ആണ് FTPയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 21 എന്തിനു വേണ്ടിയിട്ടാണ് കൺട്രോൾ കണക്ഷനും 20 എന്തിനു വേണ്ടിയിട്ടാണ് ഡാറ്റ കണക്ഷൻ. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. Port 21 is used for control connection in FTP and port 20 is used for the data connection. ഓക്കെ, ഇനി കൺട്രോൾ കണക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ത്രൂ കമാൻഡ്സ് ആൻഡ് റെസ്പോൺസസ് ആസ് ASCII ക്യാരക്ടേഴ്സ്. ഓക്കെ, കൺട്രോൾ കണക്ഷനിൽ കമാൻഡ്സ് ആൻഡ് റെസ്പോൺസ് എന്തായിട്ടാണ് ASCII ക്യാരക്ടേഴ്സ് ആയിട്ടാണ്. ഈച്ച് ലൈൻ ഇസ് ടെർമിനേറ്റഡ് വിത്ത് 2 ക്യാരക്ടേഴ്സ്. ഏതൊക്കെയാണ് ക്യാരേജ് റിട്ടേണും ലൈൻ ഫീഡ്. നമ്മൾ ഓൾറെഡി HTTPയിൽ കണ്ടിരുന്നു, CRഉം LFഉം. ഓക്കെ, അത് നമ്മുടെ എൻ്ററിന് ഈക്വലൻ്റ് ആയിട്ട്. Commands are sent from client to server as uppercase letters and responses from server to clients as digits and letters. ചില എക്സാമ്പിൾസ് ആണ് ഈ കമാൻഡ്സിന് കൺട്രോൾ കണക്ഷനിൽ. allocate sufficient disk space to receive a file, delete
DELE file name, that is delete a file, then quit, logout. ഇതൊക്കെയാണ് some commands in FTP. Every FTP command generates one or more responses. Okay, ഓരോ commandsന് corresponding ആയിട്ട് response കിട്ടും. So response ന്റെ format എന്ന് പറഞ്ഞാൽ a 3-digit code, അത് കഴിഞ്ഞിട്ട് ഒരു description. For example, 125 data connection open, 230 user login okay, ഇങ്ങനെയുള്ള response ആണ് തിരിച്ചു കിട്ടുക. Any data connection is used to transfer data and server uses its port 20 for this. Client defines the type of file to be transferred, the structure of data, and the transmission mode through control connection before the data connection is made. അപ്പോൾ എന്തൊക്കെ ഡിഫൈൻ ചെയ്യണം ഒരു ഡാറ്റ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്? ടൈപ്പ് ഓഫ് ഫയൽ ടു ബി ട്രാൻസ്ഫേർഡ്, ഏത് ടൈപ്പ് ആണെന്നുള്ള, സ്ട്രക്ചർ ഓഫ് ഡാറ്റ, പിന്നെ അതേപോലെ ട്രാൻസ്മിഷൻ മോഡ് ഏതാണെന്നുള്ളത്. ഓക്കെ, ട്രാൻസ്മിഷൻ മോഡ് ഞാൻ പറയാം, സ്ട്രീം, ബ്ലോക്ക്, അതൊക്കെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കണം ക്ലയന്റ് ബിഫോർ സ്റ്റാർട്ടിങ് ഫയൽ ട്രാൻസ്ഫർ. ഓക്കെ, ദ സ്റ്റെപ്സ് ഫോർ ഡാറ്റ കണക്ഷൻ ആർ ക്ലയന്റ് ഇഷ്യൂസ് എ പാസീവ് ഓപ്പൺ റിക്വസ്റ്റ്. ഓക്കെ, അതായത് FTPയിൽ ഡാറ്റ ട്രാൻസ്ഫറിന്റെ നടക്കാനുള്ള സ്റ്റെപ്സ് ഇതാണ്. ക്ലയന്റ് ഇഷ്യൂസ് എ പാസീവ് ഓപ്പൺ റിക്വസ്റ്റ് ടു ദ സെർവർ ഫ്രം എൻ എഫിമറൽ പോർട്ട്. നമ്മൾ പറഞ്ഞു ക്ലയന്റിന് എഫിമറൽ പോർട്ട് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂസിങ് പോർട്ട് കമാൻഡ് ദ ക്ലയന്റ് സെൻഡ്സ് ദിസ് പോർട്ട് നമ്പർ ടു ദ സെർവർ. ഓക്കെ, നമുക്കറിയാം പോർട്ട് കമാൻഡ് യൂസ് ചെയ്തിട്ട് പോർട്ട് കഴിഞ്ഞിട്ട് ഏതാണോ ആ എഫിമറൽ പോർട്ട് സെലക്ട് ചെയ്ത് അത് വെച്ചിട്ട് സെർവറിലേക്ക് പോകും. സെർവർ റിസീവ്സ് ദ പോർട്ട് നമ്പർ ആൻഡ് ഇറ്റ് ഇഷ്യൂസ് an active open using well-known port 20 and the received ephemeral port number. Okay, അപ്പോൾ ഇവിടുന്ന് റിസീവ് ചെയ്തിട്ടുണ്ടല്ലോ, ക്ലയന്റ് റിസീവ് ചെയ്ത അത് വെച്ചിട്ട് എന്താവും, ആക്റ്റീവ് ഓപ്പൺ ഇഷ്യൂ ചെയ്യും. അപ്പോൾ സം ഓഫ് ദ FTP കമാൻഡ്സ് ഇതൊക്കെയാണ്. ABOR, അബോട്ട് ഇതിലുള്ള കമാൻഡാണ്. ABOR, അബോട്ട് ദ പ്രീവിയസ് കമാൻഡ്. CDUP, ചേഞ്ച് പാരന്റ് ഡയറക്ടറി. CWD, directory name, change to another directory. Then DELE file name, ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. Then port identifier, അപ്പോൾ ഈ പോർട്ട് കമാൻഡ് കഴിഞ്ഞിട്ട് അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് ആ പോർട്ട് നമ്പർ ഉണ്ടാവും. Then PWD kit, അങ്ങനെ വന്ന് STRU, struct, അതായത് FRP, F for file, R for record, P for page. ഓക്കെ, ദെൻ ടൈപ്പ് AEI ഒക്കെ ആവാം. A എന്ന് പറഞ്ഞാൽ ASCII ആണ്, E എന്ന് പറഞ്ഞാൽ EBCDIC, I എന്ന് പറഞ്ഞാൽ ഇമേജ്. ദെൻ യൂസറിന്റെ ID, ദെൻ മോഡ് S, B or C. S എന്ന് പറഞ്ഞാൽ സ്ട്രീം ആണ്, B ബ്ലോക്ക്, C കംപ്രസ്ഡ്. ഓക്കെ, ട്രാൻസ്മിഷൻ മോഡ്. ഇങ്ങനെയുള്ള ഇതാണ് FTP കമാൻഡ്സ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ FTP റെസ്പോൺസ് നമ്മൾ പറഞ്ഞു, ഒരു കോഡ് ഉണ്ടാവും, ഒരു 3-digit നമ്പറും അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ 125 ആണെങ്കിൽ ഡാറ്റ കണക്ഷൻ ഓപ്പൺ, 150 ഫയൽ സ്റ്റാറ്റസ് ഓക്കെ, 200 കമാൻഡ് ഓക്കെ, അങ്ങനെ 452 ആക്ഷൻ അബോർട്ടഡ്, ഇൻസഫിഷ്യന്റ് സ്റ്റോറേജ്, 500 സിന്റാക്സ് എറർ, അങ്ങനെയുള്ള റെസ്പോൺസുകളും FTPയിൽ ഉണ്ട്. ഇനി ഡാറ്റ കണക്ഷൻ, ഇപ്പൊ നമ്മൾ കൺട്രോളിന്റെ പറഞ്ഞു. ഇനി ഡാറ്റ കണക്ഷൻ ആണെങ്കിൽ ഫയൽ ടൈപ്പ്, നമ്മൾ പറഞ്ഞു ഈ 3 കാര്യങ്ങൾ തീരുമാനിക്കണം. ഒന്ന് ഫയൽ ടൈപ്പ്, പിന്നെ ഒന്ന് ഡാറ്റ സ്ട്രക്ചർ, പിന്നെ ഒന്ന് ട്രാൻസ്മിഷൻ മോഡ്. അപ്പോൾ ഫയൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ FTP ട്രാൻസ്ഫർ ദ ഫോളോയിങ് ടൈപ്പ് ഏതൊക്കെയായിരുന്നു? ASCII ആവാം നമ്മൾ പറഞ്ഞു, പിന്നെ അതേപോലെ EBCDIC എന്ന് പറഞ്ഞു, എക്സ്റ്റൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്, അതാണ് EBCDIC. പിന്നെ അതേപോലെ ഇമേജ് ഫയൽ ആവാം. ഇതൊക്കെ ഇതിലേത് ഫയൽ ടൈപ്പാന്നുള്ളത്. Then data structure, FTP uses file structure, record structure or page structure for file transfer. അപ്പോൾ file structure is continuous stream of bytes used by default. Record structure is used for text files by dividing the file into records. പിന്നെ അതേപോലെ page structure, the file is divided into pages with each page having page number and a page header. The pages can be stored and accessed randomly or sequentially. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചർ ഫയൽ ആണോ, റെക്കോർഡ് ആണോ, പേജ് ആണോ എന്നുള്ളത് ഇവിടെ ഫയലിന്റെ ടൈപ്പ്. ഇനി അടുത്തത് വരുന്നത് ട്രാൻസ്മിഷൻ മോഡ്. ഒന്ന് സ്ട്രീം ആവാം, ബ്ലോക്ക് ആവാം, ഇനി അതല്ലെങ്കിൽ കംപ്രസ്ഡ് മോഡ് ആവാം. ഇനി സ്ട്രീം മോഡിലാണെങ്കിൽ, സ്ട്രീം മോഡ് ഇസ് ദ ഡിഫോൾട്ട് മോഡ്. ഡാറ്റ ആർ ഡെലിവേർഡ് ഫ്രം FTP to TCP as a continuous stream of bytes. അതാണ് സ്ട്രീം മോഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ബ്ലോക്ക് മോഡാണ്. ഡാറ്റ ക്യാൻ ബി ഡെലിവേർഡ് ഫ്രം FTP to TCP ഇൻ ബ്ലോക്സ്. പിന്നെ വരുന്നത് ആ ഫയലിനെ കംപ്രസ് ചെയ്തിട്ടുള്ള ട്രാൻസ്മിഷൻ. അപ്പൊ ഇതൊക്കെയാണ് ഡാറ്റ കണക്ഷനിൽ ഡിസൈഡ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ.
ഇനി ഒരു FTPയുടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ക്ലയന്റിൽ നിന്ന് ഒരു ഓപ്പൺ റിക്വസ്റ്റ് വന്നാൽ അത് റെഡി ആണെന്നുള്ളത് സെർവറിന് ക്ലയന്റിലേക്ക് വരും. ദെൻ യൂസറിന്റെ ഒരു ID, ഇപ്പോൾ ഫറോസൻ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ്. സോ യൂസർ ഫറോസൻ, അപ്പോൾ തിരിച്ച് യൂസർ നെയിം ഓക്കെ, പാസ്വേഡ് എന്നുള്ളത്, അപ്പോൾ തിരിച്ചെന്തോ പാസ്വേഡ് എന്നുള്ള കൺട്രോൾ കമാൻഡ്, അത് ഓക്കെ, ലോഗിൻ ഓക്കെ ആയി. ഇനി എഫിമറൽ പോർട്ട് 1267 എന്ന് പോവും. അപ്പോൾ ഇവിടെ ഡാറ്റ കണക്ഷൻ ഓപ്പൺ ഷോർട്ട്ലി 150 എന്നുള്ള റെസ്പോൺസ് വരും. ഇനി ഫയലിന്റെ ടൈപ്പ് ഏതാണ്? EBCDIC ആണെന്ന് പറയും. അപ്പോൾ ഓക്കെ മെസ്സേജ് വരും. ഇനി റെക്കോർഡ് സ്ട്രക്ചർ ആണെന്ന് വരുന്നു, അത് റെസ്പോൺസിൽ ഓക്കെ വരുന്നു. ദെൻ റിട്രീവ് എന്നുള്ള ഒരു റിക്വസ്റ്റ് വരുന്നു. ദെൻ അതിനനുസരിച്ച് എന്ത് വരുന്നു? ഓക്കെ വരുന്നു. ഇതിന് ശേഷമാണ് എന്ത് ഈ ഫയൽസ് ഓക്കെ ഇവിടുന്ന് റിട്രീവ് ചെയ്യുന്നത്, അതായത് സെർവറിന് ക്ലയന്റിലേക്ക് ഫയൽസ് റെക്കോർഡ്സ് ആയിട്ട്. കാരണം ഫയലിന്റെ ഇത് നമ്മൾ എന്താണ് പറഞ്ഞത്? സ്ട്രക്ചർ റെക്കോർഡാണ്. അപ്പോൾ റെക്കോർഡ്സ് ആയിട്ടാണ് സെർവറിന് ക്ലയന്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്താണ്? ക്ലോസിംഗ് ഡാറ്റ കണക്ഷൻ. അപ്പോൾ ഇവിടുന്ന് ക്വിറ്റ് പോവും. അപ്പോൾ സർവീസ് ക്ലോസിംഗ് എന്നുള്ള റെസ്പോൺസ് വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് FTP വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ മെസ്സേജും ഡാറ്റ ട്രാൻസ്ഫർ മെസ്സേജും ആണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ.